മലപ്പുറത്ത് നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സ് എന്നും സംശയം. രോഗലക്ഷണങ്ങളുമായി ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. നിപ്പയ്ക്ക് പിന്നാലെ, നിപ്പ എന്ന മഹാവ്യാധിക്ക് പിന്നാലെ അടുത്ത റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്ത എന്ന് പറയുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അരുണിന് ഈ എംപോക്സ് എന്നുള്ള സംശയത്തിലേക്ക് എത്തുന്നത് എന്താണ്? എന്തൊക്കെയാണ് ഇദ്ദേഹം പ്രകടിപ്പിക്കുന്ന രോഗലക്ഷണങ്ങൾ? വിവരങ്ങൾ. പക്ഷേ നിപ്പയ്ക്ക് പിന്നാലെ തന്നെ ആശങ്കയായി എംപോക്സും എത്തുമോ എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സംശയം ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാമ്പിൾ എന്തായാലും പരിശോധനയ്ക്ക് കോഴിക്കോട്ടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് ഗൾഫിൽ നിന്ന് വന്ന എടവണ്ണ ഒതായി സ്വദേശിയാണ്. പിന്നെ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഒ പി വിഭാഗത്തിലെത്തി ത്വക്ക് വിഭാഗവുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണാനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. പനി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിൽ കയ്യിൽ ഒരു തടിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചികിത്സയിൽ ഈ ഡോക്ടർമാരുടെ ഒരു സംശയത്തിൻ്റെ ഈ ലക്ഷണങ്ങളുടെയൊക്കെ നിഗമനത്തിലാണ് ഈ പരിശോധനയ്ക്കായി കോഴിക്കോട്ടേക്ക് സാമ്പിൾ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സയിൽ തുടരുന്നു. കോഴിക്കോട്ടെ പരിശോധന ഫലത്ത് ഏറ്റവും നിർണായകമാണ്. അതിലാണ് നമുക്കൊരു ഉറപ്പിലേക്ക് എത്താൻ, ഈ സംശയത്തിൽ എത്രത്തോളം ഉറപ്പിലേക്ക് എത്താൻ വേണ്ടി ഈ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിലാണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. അക്ഷയ. അരുൺ, ഈ എംപോക്സ് ലോകരാഷ്ട്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കോവിഡ് പോലെ എംപോക്സ് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ടോ ലോകമാകമാനം എന്നുള്ളൊരു ചോദ്യത്തിന്മേൽ വലിയ തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്, നമ്മളങ്ങനെ പേടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കളയാനാകില്ല എംപോക്സ് എന്നുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. ഇദ്ദേഹം പുറത്തു നിന്ന് വന്ന ആളാണോ? മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ രോഗിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ അറിയുമോ? എന്തെങ്കിലുമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? അതെ, വിദേശത്ത് നിന്ന് വന്ന ആളാണ്. ഗൾഫിലായിരുന്നു. എടവണ്ണ ഒതായി സ്വദേശിയാണ്. ഇവിടേക്ക് വന്ന് ഒരാഴ്ച പിന്നിടുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ കൈക്ക് മുകളിൽ ഒരു തടുപ്പ് അനുഭവപ്പെടുന്നു, പനിയും അനുഭവപ്പെടുന്നു. അങ്ങനെ ആശുപത്രിയിൽ ത്വക്ക് വിഭാഗത്തിൽ ചികിത്സ നേടുന്നു. അവിടെ നിന്ന് ഡോക്ടർമാർ റെഫർ ചെയ്താണ് ഇത്തരത്തിൽ ഈ മങ്കി പോക്സ് സംശയം ഉണർന്നത്. അതിനുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ എന്തായാലും ലഭിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണം ഈ DMO ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വരുത്തേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകും എന്നുള്ളത് തന്നെയാണ് വരും മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ടേക്ക് പരിശോധനാ ഫലമാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. മങ്കി പോക്സ് സംശയം ഉയർന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു സ്ഥിരീകരണം ഈ ഒരു ഫലത്തിൽ നിന്നാണ് ഉണ്ടാവുക എന്നുള്ളതിനാൽ തന്നെ അത് ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ നിപ്പ ആശങ്കയും ജില്ലയിലുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മങ്കി പോക്സ് കൂടി വരുന്നത്. അക്ഷയ പറഞ്ഞതുപോലെ തന്നെ രോഗവ്യാപനം തടയാതിരിക്കാനുള്ള നിപ്പയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ഭാഗത്ത് നടത്തുകയാണ്. അത്തരത്തിൽ ഊർജിതമായ കാര്യക്ഷമമായ ഇടപെടലാണ് രോഗം തടയിടാനായി നമുക്ക് വേണ്ടത്. അതിനിടെ ആശങ്കയായി എംപോക്സ് കൂടി എത്തുന്നു എന്നൊരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്.